നാട്ടിലാകെ പിള്ളേരുടെ വഴക്കും അടിപിടിയും കൊലപാതകവും 10-14 വയസ്സുള്ള പിള്ളേരൊക്കെ കൊലപാതകം ചെയ്യുന്നു. 5 മണിക്കൂറിനുള്ളിൽ 5 പേരെ തട്ടിക്കളയുന്നു. ചുറ്റികയ്ക്ക് അടിച്ച് കൊല്ലുന്നു, കോടാലിക്ക് വെട്ടിക്കൊല്ലുന്നു. 13-14 വയസ്സുള്ള പിള്ളേർ നായ്ക്കുരണ എറിഞ്ഞ് കളിക്കുന്നു. എന്തു പറ്റി നമ്മുടെ പിള്ളേർക്ക്? എന്തു പറ്റിയെന്നോ? കുന്തം പറ്റി, കുന്തം. ഇത് തുടങ്ങുമ്പോൾ നമുക്കാർക്കും അറിയില്ലായിരുന്നോ? ഞാനൊരു 5-6 മാസം മുമ്പാണ് മനോരമ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ വായിച്ചു, 1-ാം ക്ലാസ്സിൽ മലയാള അക്ഷരമാല പഠിപ്പിക്കാൻ തീരുമാനിച്ചു. ഞാൻ തലയിൽ കൈവച്ചു, ദൈവമേ, അപ്പോൾ ഇതുവരെ ഇതൊന്നും പഠിപ്പിച്ചുകൊണ്ടിരുന്നില്ലേ? ഞാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് വർഷം കുറേ ആയല്ലോ. അതുകൊണ്ട് സ്കൂൾ സിലബസ് എന്താണെന്നോ എന്ത് പഠിപ്പിക്കുന്നെന്നോ എനിക്കറിയില്ല. എൻ്റെ പിള്ളേരും വളരെ മുതിർന്നു. അതുകൊണ്ട് സ്കൂൾ പാഠപുസ്തകങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഈ വാർത്ത കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. പല അധ്യാപകരെയും വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അയ്യോ, അക്ഷരമാലയൊന്നും ഇപ്പോൾ പഠിപ്പിക്കുക, അത് ഇപ്പോഴാണോ? വർഷം എത്രയായി? അക്ഷരമാല പഠിപ്പിക്കാറില്ല. 10-40 വർഷമായി കേരളത്തിൽ ഓൾ പാസ്സാണ്. നിങ്ങൾക്കറിയാമോ? സ്കൂളിൽ 9-ാം ക്ലാസ് വരെ ഓൾ പാസ്. 10-ാം ക്ലാസ്സിൽ മോഡറേഷൻ കൊടുത്തിട്ട് 99.99% പാസ്സാക്കി വിടും. പിന്നെ +1-നും +2-നും ഒക്കെ എല്ലാവർക്കും A+. ഈ പിള്ളേർക്കൊന്നും പഠിക്കേണ്ട ഒരു ചുമതലയുമില്ല. പഠിപ്പിക്കാൻ അധ്യാപകർക്കും ചുമതലയില്ല. പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ടെങ്കിൽ അവർ പിന്തിരിപ്പന്മാരും മൂരാച്ചികളുമായിട്ട് അറിയപ്പെടും. സ്കൂളിൽ നിന്ന് എന്ന് ചൂരൽ പുറത്തായോ അന്ന് നമ്മളുടെ അധപ്പതനം തുടങ്ങി എന്നാലോചിക്കുക. അധ്യാപകൻ കുട്ടികളെ തല്ലിയാൽ ക്രിമിനൽ കേസാകുന്ന കാലം എന്നാണോ തുടങ്ങിയത് അന്ന് നമ്മുടെ അധപ്പതനം തുടങ്ങി എന്നാലോചിക്കുക. ഒരു കുട്ടിയുടെ സ്വഭാവം രൂപപ്പെടുത്തുന്നതിൽ വീട്ടുകാർക്കും നാട്ടുകാർക്കും അധ്യാപകർക്കും വലിയൊരു പങ്കുണ്ട്. അധ്യാപകർക്കാണ് വലിയൊരു ശതമാനം പങ്കുള്ളത്. ഞാനൊക്കെ എന്നെ പഠിപ്പിച്ച അധ്യാപകന്മാരെ ബഹുമാനത്തോടെ സ്മരിക്കുന്നത് അവർ കറകളഞ്ഞ ജെൻറ്റിൽമെൻ ആയിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. വെള്ളമുണ്ടും വെള്ള ഷർട്ടുമാണ് അവരുടെ എപ്പോഴുമുള്ള വേഷം. അപൂർവം ചിലരൊക്കെ വളരെ ലൈറ്റ് നീല, വളരെ ലൈറ്റ് മഞ്ഞ, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ വളരെ നേരിയ വരകളുള്ള ഷർട്ട് ചിലപ്പോൾ ഉപയോഗിച്ചു എന്ന് വരും. കാറ്റും കോളും മഴയും പെയ്തു കഴിഞ്ഞാൽ പോലും മുണ്ട് മടക്കി കുത്തുകയില്ല. മുണ്ട് മടക്കി കുത്തുന്നത് റൗഡിയുടെ ലക്ഷണമാണ് എന്നാണ് കരുതിയിരുന്നത്. മുണ്ടൊന്നിങ്ങനെ നമ്മൾ AK ആൻ്റണിയൊക്കെ പൊക്കിപ്പിടിക്കുന്ന പോലെ ഒരു കൈ കൊണ്ട് ഒന്ന് പൊക്കിപ്പിടിക്കും, ബാക്കി നനഞ്ഞാൽ നനഞ്ഞു. ഇതായിരുന്നു അധ്യാപകൻ. അധ്യാപകൻ മാതൃകാ അധ്യാപകനായിരുന്നു. അധ്യാപകൻ്റെ വീട്ടിൽ അദ്ദേഹത്തെ കാണാൻ പോയാൽ പോലും ഒരു കൈയുള്ള ബനിയനും മുണ്ടുമായിട്ടേ അദ്ദേഹത്തെ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ ബെയർ ബോഡി ആയിട്ട് അധ്യാപകൻ നിൽക്കുന്നത് നിങ്ങൾക്ക് വീട്ടിൽ പോയാൽ പോലും കാണാൻ സാധ്യമല്ല. സ്റ്റെർലിംഗ് ക്യാരക്ടേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് അവരുടെ കാലടിപ്പാടുകൾ ഞങ്ങളും പിന്തുടർന്നിരുന്നു. എനിക്ക് ആദ്യമായിട്ട് സ്കൂളിൽ തല്ല് കിട്ടുന്നത് ഞാൻ അധ്യാപകൻ്റെ ഒപ്പ് ഒരു കൗതുകത്തിന് വേണ്ടി വരച്ചു. പകർത്തെഴുത്ത് ബുക്കുണ്ടല്ലോ, അതിൽ അദ്ദേഹം ഇനിഷ്യൽ ചെയ്യും. നല്ല ഭംഗിയുള്ളൊരു ഇനിഷ്യലാണ്. അതിൻ്റെ താഴെ ഞാനത് അനുകരിച്ച് ഒരു ഇനിഷ്യൽ. അത് കള്ളവൊപ്പാണ്, കള്ളവൊപ്പിടാൻ ഇടുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് 4-ാം ക്ലാസ്സിൽ വെച്ച് എനിക്ക് 4 ചൂരൽ വടി കൊണ്ട് 4 അടി കിട്ടി. ഇന്നും ഞാൻ മറന്നിട്ടില്ല. ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് സ്വബോധമുണ്ടെങ്കിൽ അന്ന് മുതൽ ഇന്ന് വരെ ഒരു മനുഷ്യൻ്റെ കള്ളവൊപ്പ് തമാശയ്ക്ക് പോലും ഞാൻ ഇട്ടിട്ടില്ല. ആ അധ്യാപകനെ ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കാറുണ്ട് എപ്പോഴും. ബേസിക്കായിട്ട് ഒരു കാര്യം എൻ്റെ മനസ്സിൽ തലച്ചോറിൽ അടിച്ചേൽപ്പിച്ചു അദ്ദേഹം. കള്ളവൊപ്പ് ഇടാൻ പാടില്ല. അത് തമാശയായിക്കോട്ടെ, ചിത്രമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ. ഒരു മൂല്യമല്ലേ എൻ്റെ മനസ്സിൽ അദ്ദേഹം പകർന്നത്. ഇതുപോലെ ചെയ്യുന്ന എത്ര അധ്യാപകരുണ്ട്? ഇപ്പോൾ അധ്യാപകർക്ക് 2-3 സംഘടനയുണ്ട്. AKPCTA, AKGCTA, KGCTA, എത്ര സംഘടന. ഓരോ പാർട്ടിയുടെയും ഓരോ സംഘടന. ആ സംഘടനയ്ക്കൊക്കെ സംസ്ഥാന സമ്മേളനം. ആ സംസ്ഥാനത്തിനൊക്കെ കാശ് പിരിക്കും.
അതിന് പോസ്റ്റർ അടിക്കും. ഈ പോസ്റ്റർ ഒട്ടിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇദ്ദേഹം പഠിപ്പിക്കുന്ന പിള്ളേരെയാണ് രാത്രി വാടാ പിള്ളേർ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ ഒട്ടിക്കാൻ കൊണ്ടുപോകുന്നത്. അധ്യാപകൻ മുണ്ടും മടക്കി കുത്തി സിഗരറ്റും വലിച്ച് സൂപ്പർവൈസ് ചെയ്യും. പിള്ളേർ പോസ്റ്റർ ഒട്ടിക്കും. പിള്ളേർക്ക് അല്പസ്വല്പം ദ്രവ്യം ഒക്കെ വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കും. അതവർ കുടിക്കും. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നു. പിറ്റേന്ന് ഈ അധ്യാപകന് പുല്ലുവിലയായിരിക്കും ക്ലാസ്സിൽ, ഇല്ലേ? ഇങ്ങനെ പറഞ്ഞാൽ ഏതെങ്കിലും ചെറുക്കൻ കേൾക്കുമോ? തലേദിവസം പോസ്റ്റർ ഒട്ടിച്ച സാറിന് ധാർമ്മികമായ അവകാശമുണ്ടോ എന്തെങ്കിലും പറയാനായിട്ട്? പഠിപ്പിക്കാൻ സാറന്മാരില്ല, പഠിക്കാൻ പിള്ളേരുമില്ല. നിങ്ങൾ വേറൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേരളത്തിൽ സദാചാരം എന്ന് പറയുന്നത് ഒരു തെറിവാക്കാണിപ്പോൾ. സദാചാര പോലീസ്, ഓ അയാൾ വലിയ സദാചാര പോലീസ് വന്നിരിക്കുന്നു, ഇങ്ങനെയാണ് പറച്ചിൽ. എന്തെങ്കിലും സംശയകരമായ അവസ്ഥയിൽ ഒരാളെ 4 പേര് പിടിച്ചു നിർത്തി ചോദിക്കുന്നു. പണ്ടൊക്കെ ചോദിക്കുമായിരുന്നു, ഈ നാട്ടിൽ പരിചയമില്ലാത്ത ആളാണല്ലോ, നിങ്ങൾ എന്താ ഇങ്ങനെ വരുന്നത് ഇവിടെ? ഇന്നലെയും വന്നു, ഇന്നും വന്നു, ആരാ നിങ്ങൾ എന്ന് ചോദിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സദാചാര പോലീസാണ് എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്ന സ്ഥിതിയായി. അതുകൊണ്ട് ആരെതിലേ പോയാലും എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് സമൂഹത്തിലെ മാന്യന്മാർ ഒഴിഞ്ഞു നിന്നു. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. ചോദിക്കാൻ ഉപദ്രവിക്കുകയൊന്നുമില്ല, വിവരമറിയാൻ വേണ്ടി ചോദിക്കും. എൻ്റെയൊക്കെ ഗ്രാമപ്രദേശത്ത് അന്ന് ആരാണെങ്കിലും 1 or 2 തവണ ഗ്രാമപ്രദേശത്തെ വഴിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആൾക്കാർ ചോദിക്കും, എവിടുന്നാ, ആരാ, എന്തായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് എന്ന് ചോദിക്കും. ടൗണിൽ അത് പ്രായോഗികമല്ല, ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. എന്നാൽ പോലും നമുക്ക് എത്ര റെസിഡൻസ് അസോസിയേഷനും എന്തെല്ലാമുണ്ട്. അവരൊക്കെ ഇത് ശ്രദ്ധിക്കണ്ടേ, സൂക്ഷിക്കണ്ടേ? അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ട്, അവർ വെളുപ്പിനെ തന്നെ ജോലിക്ക് പോകും. പിന്നെ പിള്ളേർ എന്ത് ചെയ്യുന്നു എന്ന് അവർക്കറിയില്ല. അച്ഛനും അമ്മയും വരുന്നതിന് മുമ്പ് പിള്ളേർ വന്നിട്ട് പുറത്തു പോയോ അതോ വരാതെ പുറത്തു പോയോ എന്ന് ആർക്കും അറിയില്ല. മൊബൈൽ ഫോണിൻ്റെ കാലമാണ്, എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്. ഈ മൊബൈൽ വരാത്ത ചിത്രങ്ങളില്ല, അശ്ലീലമില്ല, ശാസ്ത്രമില്ല, നല്ലതും ചീത്തയും എല്ലാം അതിൽ വരുന്നുണ്ട്. ഇതിനൊരു ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും ഉണ്ടോ? ഇതിന് ഒരു തടയിടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇതിൻ്റെ സോഫ്റ്റ്വെയർ, ഇപ്പം യൂട്യൂബൊക്കെ ഇത് കുട്ടികൾക്കുള്ളതാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ കുട്ടികൾക്കല്ലാത്ത വീഡിയോയും പല ഫോണിലും കുട്ടികൾക്ക് കാണാം. ഇതിനും ഒരു നിയന്ത്രണമില്ല. മൊബൈൽ ഫോൺ ഉപയോഗത്തിന് യാതൊരു നിയന്ത്രണവും ഇല്ലാതായിരിക്കുന്നു. ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നത് പോലും വാട്സാപ്പിലൂടെയാണ്. തൊട്ടടുത്ത മുറിയിലിരിക്കുന്ന മകനെയോ മകളെയോ വാട്സാപ്പിലാണ് അമ്മ ഭക്ഷണം റെഡി എന്ന് പറയുന്നത്. അവർക്ക് തോന്നുമ്പോൾ അവർ വന്ന് കഴിക്കും, അമ്മയ്ക്ക് തോന്നുമ്പോൾ അമ്മ വന്ന് കഴിക്കും, അച്ഛൻ എപ്പോഴെങ്കിലും വന്ന് കഴിക്കും. കുടുംബ ബന്ധങ്ങൾ മുഴുവൻ ശിഥിലമായി. മാത്രമല്ല, ശിഥിലമാകാത്ത കുടുംബ ബന്ധം, ഭദ്രമായ ഒരു കുടുംബം, അതൊരു അശ്ലീലമാണ് എന്നൊരു തോന്നൽ സൃഷ്ടിച്ചിരിക്കുന്നു. മൈ ബോഡി മൈ ഫ്രീഡം എന്ന് പെൺകുട്ടികളെ പഠിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പല കോളേജുകളിലും എന്താ ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് എന്ന് വെച്ചാൽ ആണിനും പെണ്ണിനും ഉപയോഗിക്കാവുന്ന ടോയ്ലറ്റ്, 2 പേർക്കും കൂടെ കയറിയാലും വിരോധമില്ല. അകത്ത് കയറി അകത്ത് നിന്ന് കുറ്റിയിടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ പറയട്ടെ, കേരളത്തിലെ അധ്യാപകർ എത്ര പേരുണ്ട് ക്ലാസ്സിൽ 4ാമത്തെ ബെഞ്ച് കഴിഞ്ഞ് പുറകോട്ട് നടക്കാൻ ധൈര്യമുള്ളവർ? പല അധ്യാപകരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, 4ാമത്തെ ബെഞ്ച് വരെ ഞാൻ പോകുമോ എന്താസേ, അതിനപ്പുറത്തേക്ക് പോവില്ല, പേടിയാണ് എനിക്ക്. അതിനപ്പുറത്ത് എന്തും നടക്കുന്നു, ഇൻ്റർവെൽ പീരീഡിൽ എന്തും നടക്കുന്നു. കുട്ടികളുടെ മാതൃകയാരാ? ചെഗുവേരയാണ്. 1ാം തരം കഞ്ചാവടിച്ച് നടന്ന മനുഷ്യൻ. അയാൾ വലിയ വിപ്ലവമൊക്കെ ചെയ്ത് കാണും, ആ തർക്കത്തിൽ ഞാനില്ല, അത് പോട്ടെ, അതെൻ്റെ രാഷ്ട്രീയം. ബട്ട് ആസ് എ പേഴ്സൺ വൃത്തികെട്ട മനുഷ്യനായിരുന്നു ചെഗുവേര. ഹീ കനോട്ട് ബി ആൻ എക്സാമ്പിൾ ഇൻ ഫ്രണ്ട് ഓഫ് അവർ യൂത്ത്, ഹീ വിൽ സ്പോയിൽ അവർ യൂത്ത്. വിയർത്ത പെണ്ണുങ്ങളെ ആവശ്യമുണ്ട് എന്നായിരുന്നു ചെഗുവേര പറഞ്ഞുകൊണ്ടിരുന്നത്. അത് അവിടെയൊക്കെ പറ്റുമായിരിക്കാം, നമുക്ക് പറ്റിയൊരു സമ്പ്രദായമല്ല അത്. ഇങ്ങനത്തെ ഐക്കൺസാണ് നമ്മൾ കോളേജ് പിള്ളേരുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. അല്ലാതെ സ്വാമി വിവേകാനന്ദനല്ല
നാരായണ ഗുരു അല്ല, ചട്ടമ്പി സ്വാമി അല്ല, എന്തിന് മഹാത്മാഗാന്ധി പോലും അല്ല. ഇവരെ പറ്റിയൊക്കെ ഒരു പേജെങ്കിലും ഏതെങ്കിലും ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടോ പിള്ളേർ? ഇല്ല. ഇവരുടെ പ്രിൻസിപ്പിൾസിന് എന്തെങ്കിലും വിലയുണ്ടോ? ഇല്ല. ആ വില അധ്യാപകർ കൊടുക്കുന്നുണ്ടോ? അതുമില്ല. അധ്യാപകൻ നശിച്ചാൽ വിദ്യാർത്ഥി നശിക്കുമെന്ന് ഇതിൽ സംശയം. അധ്യാപക യൂണിയൻ അടിയന്തരമായിട്ട് എല്ലാം പിരിച്ചുവിടണം. ഇതെല്ലാം എസൻഷ്യൽ സർവീസാണ്. അധ്യാപനം, ഇലക്ട്രിസിറ്റി, ട്രാൻസ്പോർട്ട്, ഹെൽത്ത്, പോലീസ്, ഇതൊക്കെ എസൻഷ്യൽ സർവീസാണ്. ഏത് അഡ്വേഴ്സ് കണ്ടീഷനിലും അവർ പ്രവർത്തിച്ച് പറ്റുള്ളൂ. അവർക്കവരുടെ ആവശ്യങ്ങളുണ്ടായിരിക്കാം. ഭരണകൂടം ആ ആവശ്യങ്ങൾ നോക്കിയും കണ്ടും നിറവേറ്റുന്ന ഒരു സിറ്റുവേഷനാണ് ഐഡിയൽ. പിന്നെ അത്യാവശ്യം അത് ചെയ്തില്ലെങ്കിൽ അതിനുവേണ്ടി അവർക്ക് തൽക്കാലം സംഘടിച്ചൊരു ബഹളമൊക്കെ വയ്ക്കാം എന്നുള്ളതല്ലാതെ പെർമനൻ്റ് ആയിട്ടുള്ള യൂണിയനും മെമ്പർഷിപ്പും അതിൻ്റെ പ്രസിഡൻറ്റ് സെക്രട്ടറി ആയിട്ട് കുറേ സാറന്മാർ ആ തൊഴിൽ മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുക, ഇതൊന്നും നല്ല കാര്യമല്ല. പോലീസിൽ പോലും അസോസിയേഷനും യൂണിയനും ഒക്കെ അനുവദിച്ചിരിക്കുന്നു. അവരും അവരുടെ രാഷ്ട്രീയ താല്പര്യം അനുസരിച്ച് പ്രവർത്തിക്കുന്നു. എവിടെ നിന്നാണ് കൊച്ചു പിള്ളേർക്ക് ഒരു മാതൃക കിട്ടുന്നത്? പോലീസിലില്ല, അധ്യാപകരിലില്ല, അച്ഛനമ്മമാരിലില്ല, സമൂഹത്തിലില്ല, കൂട്ടുകാരിലില്ല. പിന്നെ പിള്ളേർ ചീത്തയായി എന്ന് പറഞ്ഞ് കരയുന്നതിനകത്ത് എന്താ കഥ? നമ്മളുടെ കരിക്കുലം എടുത്ത് നോക്കൂ. വള്ളത്തോൾ അപ്രത്യക്ഷനായി, കേരളവർമ്മ വലിയൊരു തമ്പുരാൻ അപ്രത്യക്ഷനായി, കുമാരനാശാൻ ഇല്ല, എഴുത്തച്ഛനെ തൊടിയിക്കിയില്ല, രാമപുരത്ത് വാര്യർ ആരാണെന്ന് അറിയില്ല. അതിന് പകരം ആധുനിക കവികളെ എല്ലാം ചേർത്തു. 90കളിലാണ് എനിക്കൊരു ഓർമ്മ, VK-ൻ്റെ ഒരു കഥ പാഠപുസ്തകത്തിൽ ചേർത്തു. ശുദ്ധ അശ്ലീല കഥ. VK-n നല്ല കഥകൾ എഴുതിയിട്ടുണ്ട്, അശ്ലീലവും എഴുതിയിട്ടുണ്ട്, പച്ച അശ്ലീലം എഴുതിയിട്ടുണ്ട് VK-n. അതിനകത്തെ ഒരു കഥ സിലബസിൽ ചേർത്തു. അന്ന് കുറേ പേര് ബഹളം വെച്ചു. ആര് കേൾക്കാൻ? അപ്പോൾ എല്ലാവരും പുരോഗമനവാദികളാണ്. അക്ഷരം അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് യോഗ്യത പോലും. ഭാഷ ആകാശത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് കുട്ടികൾ പഠിച്ചോളും, നമ്മൾ പഠിപ്പിക്കണ്ട. ഇപ്പോൾ എന്താ ഈ പിള്ളേർക്ക് ഒരു ഭാഷ അറിയില്ല? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ എവിടെയെങ്കിലും ഒരു 4 സെൻറ്റൻസ് ഇംഗ്ലീഷിൽ തെറ്റുകൂടാതെ പറയുന്ന ഒരു കുട്ടിയെ കാണിച്ചു തരാമോ? A+ കിട്ടി കാണും അയാൾക്ക്. അൺഎംപ്ലോയബിളായിട്ട് മാറി നമ്മുടെ കുട്ടികൾ. ക്വാളിഫിക്കേഷനുണ്ട്, ബട്ട് ജോലി കിട്ടുന്നില്ല. കാരണം അൺഎംപ്ലോയബിളാണ്. സകല കല്യാണ മണ്ഡപവും എൻജിനീയറിംഗ് കോളേജാക്കി മാറ്റി. 800 രൂപ ശമ്പളത്തിന് നിങ്ങൾക്ക് എൻജിനീയറെ കിട്ടും, 1000 രൂപ ശമ്പളത്തിന് ഡോക്ടറെ കിട്ടും. എന്തൊരു കഷ്ടം! വ്യാജ ഡോക്ടറും നല്ല ഡോക്ടറും തമ്മിൽ തിരിച്ചറിയാൻ പാടില്ല. ഇത് മുഴുവൻ ഈ സിസ്റ്റത്തിൻ്റെ തകരാറാണ്. ഇത് തകരാറാണ് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അവൻ പിന്തിരിപ്പനായി, യാഥാസ്ഥിതികനായി. എല്ലാവർക്കും പുരോഗമനവാദിയാവണം, മോഡേൺ ആവണം. അവസാനം എങ്ങുമെത്താതെ ഇല്ലത്തുനിന്ന് പുറപ്പെട്ടു, അമ്മ തെറ്റിയതുമില്ല. ഇപ്പതാ അക്ഷരം പഠിപ്പിച്ച് തുടങ്ങുന്നു. എത്രയോ കാലത്തിന് ശേഷം മാതൃഭാഷയിൽ നിന്നാണ് മലയാള സംസ്കാരം ഉത്ഭവിക്കുന്നത് എന്നുള്ള ബേസിക് കാര്യം പോലും മറന്നുകൊണ്ട് മലയാളി മുന്നോട്ട് പോയി. താൻ നമ്പർ 1 ആണ് എന്ന് ഇപ്പോഴും പറയുന്നു. എവിടെ നിന്നൊക്കെയോ ഏതൊക്കെയോ സായിപ്പിൻ്റെ കണക്കുകളൊക്കെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ നമ്പർ 1 ആണെന്ന് അവകാശപ്പെടുന്നു. എന്ത് നമ്പർ 1? നിങ്ങളുടെ കുട്ടികളെ നേരെ വളർത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എവിടെ എന്ത് നമ്പർ 1 കിട്ടിയിട്ട് എന്ത് കാര്യം? യു ആർ സ്പോയിലിംഗ് യുവർ ഫ്യൂച്ചർ ജനറേഷൻ ഇൻ ഫ്രണ്ട് ഓഫ് യു ആൻഡ് യു ക്ലെയിം ദാറ്റ് ഐ ആം നമ്പർ 1. വാട്ട് എ ഫാർസ് മൈ കൺട്രിമെൻ! എന്തൊരു കഷ്ടമാണ്! വിദ്യാഭ്യാസ സമ്പ്രദായവും കരിക്കുലവും അടിയന്തിരമായിട്ട് ഉടച്ചു വാർക്കേണ്ടിയിരിക്കുന്നു. ഇതിന് വലിയ പഠനവും സംഗതിയൊന്നും വേണ്ട. ഞാൻ പറയട്ടെ, ഒരു 15 വർഷം 20 വർഷം മുമ്പ് റിട്ടയറായ അധ്യാപകരെ അവരെ തിരിച്ച് ഈ സിലബസ് ഉണ്ടാക്കാൻ ഏൽപ്പിക്കുക. അവരുണ്ടാക്കി തരും ഫ്രീ ആയിട്ട്. അവർക്ക് ഏതായാലും പെൻഷൻ കിട്ടുന്നുണ്ടല്ലോ, സാറേ ഇതൊന്ന് ശരിയാക്കി തരണമല്ലോ എന്ന് പറഞ്ഞാൽ അവർ ചെയ്തു തരും. ഇനി അതും വേണ്ടെങ്കിൽ നമ്മുടെ DC ബുക്സ്
പട്ടിപ്പുര എന്ന് പറഞ്ഞിട്ട് പഴയ പാഠപുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു സീരീസ് 60കളിലെയോ 70കളിലെയോ മലയാള പാഠാവലിയും സയൻസ്, കണക്ക് ഇതൊക്കെ എടുക്കുക. ഇത് പഠിച്ചാൽ മതി. ഇതൊക്കെ പഠിച്ച ആൾക്കാരാണ് ഇപ്പോൾ വലിയ വലിയ നിലയിലൊക്കെ എത്തിയിരിക്കുന്നത്. അല്ലാതെ നിങ്ങളീ കാണിക്കുന്ന ഈ ഏടാകൂടം കൊണ്ട് ജയിച്ച ആൾക്കാരൊന്നുമല്ല. അവരെങ്ങും എത്തിയിട്ടുമില്ല. 90കൾക്ക് ശേഷം എക്സലൻസിൽ എത്തിയ എത്ര പേരുണ്ട് കേരളത്തിൽ? വളരെ കുറവാണ്. 90കൾക്ക് മുമ്പ് നിങ്ങൾ നോക്കിക്കോളൂ, പഴയ തലമുറയിൽ നോക്കിക്കോളൂ. 50ലും 60ലും ഒക്കെ സ്കൂളിൽ പഠിച്ചവർ, മലയാളം മീഡിയത്തിൽ പഠിച്ചവർ, ഹൗ എക്സലൻറ്റ് ദേ വെയർ. IAS ടോപ്പായിട്ട് മലയാളികൾ വരുമായിരുന്നു. ഇപ്പോൾ വരുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? എവിടെ വെച്ചാണ് നമുക്ക് തെറ്റിയത്? നമുക്ക് തെറ്റിയത് സമൂഹത്തിൻ്റെ പൊതുപെരുമാറ്റം, സദാചാരം തെറുവാക്കാക്കിയ വലിയ മഹാപാപം, ആണും പെണ്ണും തമ്മിൽ വ്യത്യാസമില്ല എന്ന് ചെറുപ്പം മുതലുള്ള പഠിപ്പിക്കൽ. ഇവർ ഇടപഴകി നടന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല, അങ്ങനെയാണ് നടക്കേണ്ടതെന്ന് പഠിപ്പിക്കുക, അങ്ങനെ നാണം കുടുങ്ങി ഇരിക്കേണ്ടെന്ന് പഠിപ്പിക്കുക, ബോൾഡായിട്ട് കെട്ടിപ്പിടിക്കുക എന്നൊക്കെ പറയുക. അവസാനം ഇപ്പോൾ എറണാകുളത്തൊക്കെ ഞാൻ കാണാറുണ്ട്, ഇപ്പോൾ കെട്ടിപ്പിടിച്ച് തന്നെയാണ് നടക്കുന്നത് പിള്ളേർ. 16ഉം 17ഉം വയസ്സുള്ള ആണും പെണ്ണും കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ആ മനസ്സിൽ? ഓഹോ, ഞാൻ സഹോദരി നിർവിശേഷ സ്നേഹത്തോടു കൂടി മണ്ണാങ്കട്ടയാണ്. ഈ പ്രായമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നവരാണല്ലോ ഞാനും നിങ്ങളുമൊക്കെ. ഇത് കേൾക്കുന്നവരിൽ മിക്കവാറും 16 വയസ്സിൽ താഴെയുള്ള ആരും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിചാരം. ഇതൊക്കെ ഭോഷ്കാണ്. അക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് വി ആർ ഗോയിങ് ഇൻ എ റോങ് ഡയറക്ഷൻ. തെറ്റായ ഒരു വഴിയിലേക്ക് നമ്മൾ നടക്കുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് തിരിച്ച് നടക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പഴയ പാഠപുസ്തകങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ പറയുന്നത്. പഴയ അധ്യാപകരുടെ സ്വഭാവവും തിരിച്ചു കൊണ്ടുവരണം. അധ്യാപക യൂണിയനുകൾ പിരിച്ചുവിടണം. വിദ്യാർത്ഥി യൂണിയനുകൾ പിരിച്ചുവിടണം. അധ്യാപക യൂണിയനുകൾ ഉണ്ടായതിന് ശേഷം എന്തെങ്കിലും ഒരു നേട്ടം സമൂഹത്തിനുണ്ടായതായിട്ട് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാമോ? അധ്യാപകർക്കൊരു ഗ്രേഡ് എന്തെങ്കിലും കിട്ടിക്കാണും. ഇതല്ലാതെ ബാക്കിയുള്ളതെല്ലാം നഷ്ടങ്ങളാണ്. വിദ്യാർത്ഥി സംഘടനകൾ കൊണ്ട് സമൂഹത്തിനോ വിദ്യാർത്ഥികൾക്കോ എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒരു നേട്ടമെങ്കിലും ഉണ്ടായതായിട്ട് ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാമോ? കുറേ കോളേജുകൾ പിടിച്ചെടുത്തിട്ട് അതിൻ്റെ ചെയർമാൻ ഞാനാണ്, ഇതിൻ്റെ ചെയർമാൻ ഞാനാണെന്നൊക്കെ പൊങ്ങച്ചം പറയാമെന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിൽ ഏണിപ്പടിയായിട്ട് വിദ്യാർത്ഥി ജീവിതത്തെ ഉപയോഗിക്കാമെന്നല്ലാതെ സമൂഹത്തിന് എന്താണ് പ്രയോജനം? അവനവൻ എന്താണ് പ്രയോജനം? വിദ്യാർത്ഥി യൂണിയനിലൂടെ നല്ല ക്യാരക്ടറായിട്ട് മാറിയ ഒരു വിദ്യാർത്ഥിയെ കാണിച്ചു തരാമോ? ഒരെണ്ണം. ഞാൻ സകല വിദ്യാർത്ഥി സംഘടനയും ചേർത്താണ് പറയുന്നത്. ഒരേ ഒരാൾ, അയാൾ ഇന്ന സംഘടനയിൽ പോയി ഗംഭീരമായി കിട്ടും, നല്ല സ്വഭാവം, പഠിക്കാനും എടുക്കാൻ, ഇങ്ങനെ ഒരാളെ കാണിച്ചു തരാമോ? ഇല്ല. ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് ഇത് പറയുമ്പോൾ ഇത് വളരെ കൈപ്പേറിയ കാര്യമാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചീത്തയാകും, ആരും അംഗീകരിക്കുകയില്ല, അയാൾ പൊട്ടനാണെന്ന് പറയും. ശരി, പൊട്ടനാണെന്ന് വിളിച്ചോ, പക്ഷേ ഈ പൊട്ടത്തരം സത്യമാണ് എന്ന് നിങ്ങൾക്ക് ഒരു ദിവസം മനസ്സിലാക്കേണ്ടി വരും, അംഗീകരിക്കേണ്ടി വരും. ആ ദിവസം ആയിരിക്കും നിങ്ങളുടെ തിരിച്ചു നടപ്പ് ആരംഭിക്കുക. അത് ഏറ്റവും വേഗം തുടങ്ങിയാൽ എല്ലാവർക്കും നല്ലത്. അല്ലെങ്കിൽ ഈ പിള്ളേർ റോഡിലും വീട്ടിലും കൊലപാതകവും കത്തിക്കുത്തുമൊക്കെ ആയിട്ട് തമ്മിലടിച്ച് മരിക്കുന്നത് കാണേണ്ട ഗതികേട് വരും നമ്മുടെ തലമുറയ്ക്ക്. ഇത് ഒരു മുന്നറിയിപ്പായിട്ടിരിക്കട്ടെ. താങ്ക് യു.